ശ്രീ സുഭാഷ് ബാബു, ഓണത്തിന് പരമാവധി കുടുംബത്തിനൊപ്പം അവർക്ക് ചിലവഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഡ്യൂട്ടി ക്രമീകരിക്കണമെന്നൊരു നിർദ്ദേശമാണ് DGP താഴേക്ക് നൽകിയിരിക്കുന്നത്. അത് സേനയിൽ എത്രത്തോളം നല്ലൊരു സന്ദേശമാകും നൽകുക? പ്രത്യേകിച്ച് ഓർമ്മയില്ലേ, കഴിഞ്ഞ ദിവസം ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ് അസോസിയേഷൻ യോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ DGPയും ADGPയും ഇരിക്കുമ്പോൾ ഈ ഹൈറാർക്കിയൊക്കെ മറന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് വലിയ കയ്യടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നൊരു പൊതുവികാരമായിരുന്നു. അത്രത്തോളം പൊറുതി മുട്ടുന്നുണ്ടാവും താഴേക്കിടയിലെ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർ. അതിൻ്റെ പ്രതിഫലമാകും ആ ചടങ്ങിലൊക്കെ കണ്ടത്. ഈ ഓണത്തിനൊക്കെ ഒരു മാന്യമായ സമീപനം ഉണ്ടാകുന്ന എത്രത്തോളം നല്ലതാണ്? ഓണത്തിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അധികം ഹിന്ദുക്കളാണ് അധികം ആഘോഷിക്കുന്നത്. പിന്നെ അപൂർവമായിട്ട് മധ്യ തിരുവിതാംകൂറിലൊക്കെ ക്രിസ്ത്യൻ ഉദ്യോഗസ്ഥന്മാരും ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ മുമ്പത്തെ മാതിരി എല്ലാം അധികം ആളുകളും പോലീസ് സ്റ്റേഷന്റെ അടുത്ത് നിന്ന് അത്യാവശ്യം ഓണത്തിന് ഉച്ചയ്ക്കെങ്കിലും വീട്ടിലെത്താൻ പറ്റിയ മാതിരിയുള്ള ജോലികളാണ് ഇപ്പൊ കിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അവധിയിൽ ഓണം ആഘോഷിക്കാൻ പറ്റില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ക്രമീകരണം കൊണ്ട് എല്ലാവരെയും ഒന്നാം ഓണം അല്ലെ രണ്ടാം ഓണം അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ മൂന്നാം ഓണം നാലാം ഓണം ഒക്കെ ഉണ്ട്, മൂന്നാം ഓണം വരെ ഉണ്ട്. അപ്പൊ അവർക്ക് ഏതെങ്കിലും ഒരു ദിവസം പോകാൻ അനുവദിക്കാൻ സാധിക്കും. എല്ലാ ദിവസവും ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ മുമ്പൊക്കെ ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, മാർക്കർ മുഷ്ടിയുള്ള ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് ലീവ് കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ളത് ഈ ഇങ്ങനെ ഒരു സർക്കുലർ വരുന്നതിനനുസരിച്ച് നല്ല നിർദ്ദേശം വരുന്നതിനെ തുടർന്നിട്ട് ആ മർക്കിട മുഷ്ടിയുള്ള ആളുകളുടെ മുഷ്ടിയുടെ ആ ചുരുട്ടൽ അല്ലെങ്കിൽ ആ ബലം ഒന്ന് കുറയും. അതുകൊണ്ട് എന്തായാലും ആർക്കെങ്കിലും ആ സാഹചര്യത്തിൽ പോലും കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. ഏതായാലും ഇങ്ങനൊരു നിർദ്ദേശം നല്ലതാണ്. മുമ്പ് തന്നെ ഉണ്ട്. കഴിവതും ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ അതാത് വിഭാഗക്കാർക്ക് ആഘോഷിക്കുന്ന വിഭാഗക്കാർക്ക് അതിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ള ആളുകളുടെ മാതിരി സ്വതന്ത്രമായി യാത്രയോട് കൂടിയിട്ടും അല്ലെ മറ്റ് ഹൗസ് വിസിറ്റോട് കൂടിയിട്ട് ഓണം ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. സേനയുടെ ആ സർവീസിന്റെ ഒരു പ്രത്യേകതയാണ്. എങ്കിലും പരമാവധി മനുഷ്യത്വപരമായ സമീപനം ഉണ്ടാകുന്നതാണ് DGPയുടെ സർക്കുലർ എന്ന് വ്യക്തമാകുന്നത്.